മലയാളികളുടെ പ്രിയങ്കരനായ സൂപ്പർ താരം മോഹൻലാൽ വിശ്വനാഥൻ നായർ 1960 മെയ് 21-നാണ് ജനിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിലാണ് അദ്ദേഹത്തിന്റെ ജനനം. പിന്നീട് തിരുവനന്തപുരത്തെ മുടവൻമുകൾ എന്ന സ്ഥലത്തെ തറവാട്ടുവീട്ടിലായിരുന്നു അദ്ദേഹം ബാല്യകാലം ചെലവഴിച്ചത്. മോഹൻലാലിന്റെ സിനിമാജീവിതം ആരംഭിക്കുന്നത് 1978-ൽ പുറത്തിറങ്ങേണ്ടിയിരുന്ന തിരനോട്ടം എന്ന ചിത്രത്തിലൂടെയാണ്. നിർഭാഗ്യവശാൽ ഈ ചിത്രം പിന്നീട് 25 വർഷങ്ങൾക്ക് ശേഷമാണ് പുറത്തിറങ്ങിയത്. എന്നാൽ പ്രേക്ഷകർക്ക് മുന്നിൽ മോഹൻലാൽ ആദ്യമായി എത്തുന്നത് 1980-ൽ ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെയാണ്. ഈ സിനിമയിൽ ഒരു വില്ലൻ കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ആദ്യ ചിത്രത്തിലെ പ്രകടനം തന്നെ അദ്ദേഹത്തിന് നിരവധി വില്ലൻ വേഷങ്ങൾ നേടിക്കൊടുത്തു. 1981 മുതൽ 1983 വരെയുള്ള കാലയളവിൽ ഏകദേശം 50ഓളം ചിത്രങ്ങളിൽ അദ്ദേഹം വില്ലനായും സഹനടനായും വേഷമിട്ടു. 1986-ൽ പുറത്തിറങ്ങിയ രാജാവിന്റെ മകൻ എന്ന ചിത്രം മോഹൻലാലിന്റെ കരിയറിലെ ഒരു വഴിത്തിരിവായി. ഈ ചിത്രത്തിലൂടെ അദ്ദേഹം ഒരു സൂപ്പർ താരമായി മാറുകയും ചെയ്തു. പിന്നീട് മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ എണ്ണം പറഞ്ഞ സിനിമകളിലൂടെ അദ്ദേഹം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി. ചിത്രം, കിരീടം, ഭരതം, ദേവാസുരം, മണിച്ചിത്രത്താഴ്, വാനപ്രസ്ഥം, സ്ഫടികം, ദൃശ്യം തുടങ്ങിയ സിനിമകൾ അദ്ദേഹത്തിന്റെ അഭിനയജീവിതത്തിലെ നാഴികക്കല്ലുകളാണ്. 4 പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയിൽ സജീവമായ മോഹൻലാൽ 360-ൽ അധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. മികച്ച നടനുള്ള ദേശീയ അവാർഡുകൾ, കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, ഫിലിംഫെയർ അവാർഡുകൾ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവിയും ഭാരത സർക്കാർ അദ്ദേഹത്തിന് പത്മശ്രീ, പത്മഭൂഷൺ ബഹുമതികളും നൽകി ആദരിച്ചിട്ടുണ്ട്. അഭിനയത്തിനു പുറമെ നിർമ്മാതാവ്, ഗായകൻ, സംവിധായകൻ എന്നീ നിലകളിലും മോഹൻലാൽ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അടുത്തിടെ പുറത്തിറങ്ങിയ ബറോസ് എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം സംവിധാന രംഗത്തേക്കും കടന്നു. കംപ്ലീറ്റ് ആക്ടർ എന്നറിയപ്പെടുന്ന മോഹൻലാൽ മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഇതിഹാസങ്ങളിൽ ഒരാളായി ഇന്നും തിളങ്ങി നിൽക്കുന്നു.